ഗായ്സ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി യൂണിഫോം ഇട്ടു. ഇനി കുറച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി പോകണം. എൻ്റെ ഒരുവിധം എന്തൊക്കെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 അപ്രീസിയേഷൻ പഠിക്കാനുണ്ട്. അറിയാവുന്നതാണ്, പക്ഷേ വായിച്ചു നോക്കണം. പിന്നെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാനുണ്ട്. പഠിക്കാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ കഥ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ എന്തെങ്കിലും ചെയ്താൽ ചെയ്യാൻ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പം എടുക്കാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ. എൻ്റെ സ്കിൻ ഇപ്പോൾ ഓൾറെഡി ഭയങ്കര ഡ്രൈ ആണല്ലോ സമയം. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഇച്ചി. അത് സോ ഞാൻ തമ്പലിന് ഷൂട്ട്സ് കഴിഞ്ഞു. ഇനി മുടി എങ്ങനെയാണ് കിട്ടിയ ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയാണ്, പോവാറായി. ഫുഡ് കഴിച്ചിട്ട് പോകാം. കുറച്ച് സ്ലൈഡ്സ് വെക്കാം, അല്ലെങ്കിൽ ഇനി ഈ മുടി മുന്നിക്ക് വരും. ഓൾറെഡി ബസ്സിന് പോകുമ്പോൾ ഈ മുടി മൊത്തം മുന്നിക്ക് വരുമ്പോൾ ദേഷ്യം വരും മനുഷ്യന്. അപ്പോൾ നമുക്കിതൊക്കെ സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാം. ഹായ് ഗൈസ്, ഞാൻ പരീക്ഷയ്ക്ക് പോയി വന്നു. പേപ്പർ കൃത്യമായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാനൊരു സമയം കിട്ടിയില്ല. 8 മാർക്കിനൊക്കെ ആയപ്പോഴേക്കും തീരാറായി. 4 മണി 4:45 ആവണ ടൈമിലാണ് ഞാൻ 8 മാർക്കിൻ്റെ എഴുതി ഒന്ന് എത്തിക്കണത്, ഒരെണ്ണമൊക്കെ എത്തിക്കണത്. അപ്പോൾ എനിക്കെന്തോ അത്രയ്ക്ക് രസമായി തോന്നിയില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ബട്ട് കുറച്ചുകൂടി സമയം തരാൻ വേണ്ടി ഞാൻ 10th വരെ കണ്ട ഇംഗ്ലീഷ് പരീക്ഷ അല്ലായിരുന്നു. അത്യാവശ്യം കൂടി ഇത്തിരി ടഫായിരുന്നു. ക്വസ്റ്റ്യൻസിനൊക്കെ അത്യാവശ്യം ഇത്തിരി വാല്യുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മീൻസ് 10th വെച്ച് നോട്ടീസ്, ഡയറി അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം മാർക്ക് കിട്ടും. അങ്ങനെയല്ലായിരുന്നു. ഇമെയിൽ വന്നപ്പോൾ ഫോർമാറ്റ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇമെയിൽ ലെക്ചർ കുഴപ്പമുണ്ടായില്ല. പിന്നെ പറ്റി ട്രാവൽ ചെയ്യുന്നില്ലേ, നമ്മളെങ്ങോട്ടും പോയ ട്രാവലേഴ്സ്, അത് ഞാൻ എഴുതി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ 3 പോയത് എഴുതി. മീൻസ് ഞാൻ ലൈഫിൽ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം 3 പോയ സംഭവം. അപ്പോൾ അത് ഞാൻ എഴുതി. അതെനിക്കറിയായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ പ്രൊഫൈൽ അടിപൊളിയായി. അങ്ങനെ കുറച്ച് നോർമലി വരുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നോട്ടീസ് വന്നിരുന്നെങ്കിൽ 5 മാർക്ക് നല്ലതായിരുന്നു. വന്നില്ല, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഓൾസ് ഗുഡ്, കൈൻഡ് ഓഫ് ക്യൂക്കിയാണ് പോയിന്ന് ഞാനല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റിവ്യൂ. അടുത്ത കെമിസ്ട്രി ചെയ്യുന്നതാണ് കഴിയാൻ മേല. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വന്നിരിക്കുന്നു. എനിക്ക് 4 നാരങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോട്ടീൻ നന്നായി പരീക്ഷ എഴുതാൻ പറ്റട്ടെ. അപ്പം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു പറയാം. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, സെറ്റായിരുന്നു എന്നുള്ളത് പറയാം. പിന്നെ കമൻറ്റ് ഡൗൺ. അപ്പോൾ എനിക്ക് സമാധാനം, നിങ്ങൾക്കിപ്പോൾ സമാധാനം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കെമിസ്ട്രി പഠിക്കണം. കെമിസ്ട്രിയാണ് എനിക്ക് സീൻ. വിചാരിക്കുന്ന പോലെ ഒന്നും കെമിസ്ട്രി നിൽക്കറിയില്ല. ഇപ്പം എന്താ പ്രശ്നം എന്താവും എനിക്കറിയില്ല, സമയമില്ലല്ലോ. സോ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം.